അതെ, 5 വർഷം മുമ്പ് വളരെ അപ്രത്യക്ഷമായാണ് കരിക്ക് വെബ് സീരീസുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയാളികൾക്ക് ഇടയിലേക്ക് എത്തുന്നത്. ക്വാളിറ്റി കൊണ്ടും പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടുമല്ല, മറ്റാരേക്കാളും എന്തിന് ലക്ഷങ്ങൾ പൊടിച്ച് നിർമ്മിക്കുന്ന കോമഡി സിനിമയെക്കാളും മുന്നിലായിരുന്നു കരിക്കിലൂടെ എത്തിയ വൈബ് സീരീസും വീഡിയോകളെല്ലാം. കരിക്കിന്റെ പാത പിന്തുടർന്ന് പല ചെറുപ്പക്കാരും വെബ് സീരീസിലും റീലുകളും പോലെ ചെയ്താണ് തുടങ്ങിയത്. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് കോമഡി സൃഷ്ടിക്കുന്ന ചെക്കന്മാർ എന്നാണ് പ്രേക്ഷകർ കരിക്കിന്റെ അണിയറകളെ പ്രവർത്തിച്ചവരെ വിശേഷിപ്പിച്ചത്. ഇന്നും കരിക്കിന്റെ വീഡിയോകൾ പലതിന് റിപ്പീറ്റ് വാല്യൂമുണ്ട്. കഥാപാത്രങ്ങൾ കുട്ടികൾക്ക് പോലും പ്രിയപ്പെട്ടതുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കരിക്കിൽ നിന്ന് നല്ല കണ്ടന്റുകളും കോമഡികളും ലഭിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകരോട് പരാതി. ഫാൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരിക്ക് തേങ്ങയായി. അവസാനമായി കരിക്കിലൂടെ റിലീസ് ചെയ്ത സംതിങ് ഫിഷി എന്ന സീരീസാണ്. 2 പാർട്ടായിട്ടാണ് ഈ വെബ് സീരീസ് റിലീസ് ചെയ്തത്. ഇത്തവണ കരിക്കിന് പിഴച്ചില്ല. സംതിങ് ഫിഷി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. സീരീസിലെ പല ഭാഗങ്ങളും ട്രോളുകളാലും മീമുകളായും വൈറലാകുന്നുണ്ട്. കരിക്കിന്റെ പുതിയ വെബ് സീരീസ് റിലീസ് ചെയ്തതിന് ശേഷം റെഡിയിൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. മുമ്പ് കരിക്കിന്റെ ഭാഗമായിരുന്ന ജീവൻ സ്റ്റീഫൻ എന്ന നടന്റെ അഭാവമാണ്. നടൻ എന്നതിലുപരി എഴുത്തിനും സംവിധായകനുമെല്ലാം കഴിവുള്ള കലാകാരനായിരുന്നു ജീവൻ. ഒരു വർഷമായി കരിക്കിന്റെ വീടുകളിൽ ഒന്നും ജീവനെ കാണാനായിട്ടില്ല. അവസാനമായി നടൻ അഭിനയിച്ചത് കനിക്കിന്റെ മൊക്ക എന്ന വെബ് സീരീസിലാണ്. നാച്ചുറൽ ആക്ടിങ് തന്നെയാണ് ജീവൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാവാൻ കാരണവും. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ജീവന്റെ വിവാഹം. റിയ ആയിരുന്നു വധു. നടന്റെ എൻഗേജ്മെന്റിലും വിവാഹത്തിലുമെല്ലാം സജീവ സാന്നിധ്യമായി കരിക്കിലെ മറ്റ് താരങ്ങളും പങ്കെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ജീവൻ സജീവമല്ല. അവസാനമായി പോസ്റ്റ് ചെയ്തത് കരിക്ക് താരം ബിനോയ്ക്കൊപ്പമുള്ള സെൽഫിയാണ്. കണ്ടന്റ് ക്രിയേറ്റർ കൂടിയായ ജീവൻ എന്തുകൊണ്ട് കരിക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് ഏറെയും പേർ കമന്റായി കുറിച്ചിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നാണ് ചിലർ കുറിക്കുന്നത്. കരിക്ക് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പ്രവർത്തിക്കുന്നതായി തോന്നുന്നു. കണ്ടന്റിനേക്കാൾ അവർ പ്രൊസസ്സിംഗിന് പ്രാധാന്യം കൊടുക്കുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ചുകാലം മുമ്പ് ഒരു ഷോർട്ട് സീരീസ് എഴുതി സംവിധാനം ചെയ്ത ആളാണ് ജീവൻ. അദ്ദേഹത്തിന്റെ മുഖ്യധാരാ സിനിമകളുടെ ഭാഗമാകാനുള്ള ആഗ്രഹമുണ്ടാകും. കരിക്കിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് തോന്നിക്കാണും. മറ്റു പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്നതിൽ നിന്ന് കരിക്ക് താരങ്ങളെ വിലക്കിയിട്ടുണ്ടെന്ന് കുറച്ചുകാലം മുമ്പ് വരെ കേട്ടിരുന്നത്. കരിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ജീവൻ അബുദാബിയിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു അഭിഭാഷകനാണ്. കേട്ടിടത്തോളം അഭിനയം നടന് പാഷൻ പോലെയായിരുന്നു. മറ്റ് കരിക്ക് അംഗങ്ങളും ജീവനെ പോലെയല്ല. ഉപജീവനത്തിനായി കരിക്കിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. കരിക്കിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്വഭാവം ഒരുപക്ഷേ കരിക്ക് പ്രോജക്റ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജീവനെ പ്രേരിപ്പിച്ചിട്ടും കാണും. ജീവൻ വളരെ നല്ലൊരു നടനായിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ആളുകളുടെ സ്ട്രെസ് കുറച്ചിരുന്ന കരിക്കിന്റെ വീഡിയോകളായിരുന്നു.